അസ്സലാമു അലൈക്കും. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. കൂട്ടുകാരെ, എല്ലാവർക്കും സുഖമല്ലേ? ഈ വീഡിയോയിൽ നാം നോക്കാൻ പോകുന്നത് ക്ലാസ് 7 താരീഖുൽ ഇസ്ലാം വാർഷിക പരീക്ഷയുടെ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറാണ്. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, എന്നെ സപ്പോർട്ട് ചെയ്യണം. ഈ വീഡിയോ കൂട്ടുകാർക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യണം, നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യണം. ക്ലാസ് 7 താരീഖുൽ ഇസ്ലാം ഇതുവരെ എടുത്ത പാഠങ്ങളുടെ തദ്രീബാത്തലം വേണമെങ്കിൽ എൻ്റെ ചാനലായ മുന്ന ഷാഹിൽ EDU എന്നതിൽ പ്ലേലിസ്റ്റ് സെക്ഷൻ എടുക്കുക. അതിൽ ഓരോ സബ്ജക്റ്റിൻ്റെയും തന്നെ പ്ലേലിസ്റ്റ് ഉണ്ടാകും. അതിൽ ക്ലാസ് 7 താരീഖുൽ ഇസ്ലാം എന്ന പ്ലേലിസ്റ്റ് ടച്ച് ചെയ്യുക. ടച്ച് ചെയ്താൽ ഞാൻ എടുത്ത എല്ലാ പാഠങ്ങളുടെയും തദ്രീബാത്ത് കൂട്ടുകാർക്ക് ലഭ്യമാകും. നമുക്കിനി വീഡിയോയിലേക്ക് കടക്കാം. ഈ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഒന്നാമത്തെ പ്രവർത്തനം ശരിയുത്തരത്തിലെ കോളത്തിൽ ടിക്ക് മാർക്ക് അടയാളപ്പെടുത്തുക. 1. അബ്ബാസി ഭരണകാലത്ത് തലസ്ഥാനം. ഓപ്ഷൻസ്: ബഗ്ദാദ്, മദീന, സ്പെയിൻ. ശരിയുത്തരം ബഗ്ദാദ്. 2. ഒന്നാം ലോക മഹായുദ്ധത്തിൽ പരാജയപ്പെട്ടു. ഓപ്ഷൻസ്: റോം, ബ്രിട്ടീഷുകാർ, തുർക്കി. ശരിയുത്തരം തുർക്കി. 3. ആമുൽ ജമാ ഐക്യവർഷം എന്നറിയപ്പെടുന്നു. ഓപ്ഷൻസ്: ഹിജ്റ 51, ഹിജ്റ 71, ഹിജ്റ 41. ശരിയുത്തരം ഹിജ്റ 41. 4. ഖിലാഫത്ത് എന്ന മുസ്ലിം പൊതു നേതൃത്വം അവസാനിച്ചു. ഓപ്ഷൻസ്: 1947, 1924, 1921. ശരിയുത്തരം 1924. 5. ഇന്ത്യയിലെ ആദ്യത്തെ മുസ്ലിം ഭരണകൂടം. ഓപ്ഷൻസ്: അറക്കൽ അലി രാജ, ടിപ്പു സുൽത്താൻ, മുഗളർ. ശരിയുത്തരം അറക്കൽ അലി രാജ. 6. മുസ്ലിങ്ങൾ വലിയ പീഡനം അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന രാജ്യം. ഓപ്ഷൻസ്: സോമാലിയ, ഫലസ്തീൻ, തുർക്കി. ശരിയുത്തരം ഫലസ്തീൻ. അടുത്ത പ്രവർത്തനം ചേറും പഠിച്ചേർക്കുക. 1. ഒന്നാം ഉമവി ഖലീഫ. 2. ആദ്യത്തെ അബ്ബാസി ഖലീഫ. 3. മുഅത്ത എന്ന ഗ്രന്ഥം രചിച്ചു. 4. തുഹഫത്തുൽ മുഹ്താജിന്റെ മുഅല്ലിഫ്. 5. ഇന്ത്യൻ മുസ്ലിങ്ങൾക്ക് ആത്മീയ നേതൃത്വം നൽകി. ഇപ്പുറത്ത് നോക്കൂ. എ. ഇമാം മാലിക് റളിയല്ലാഹു അൻഹു. ബി. ഖാജ മുഈനുദ്ദീൻ അൽ ചിശ്തി റളിയല്ലാഹു അൻഹു. സി. മുആവിയത്ത് ബിൻ അബി സുഫ്യാൻ. ഡി. അബുൽ അബ്ബാസ് സഫാഹ്. ഇ. അഹ്മദ് ബിൻ ഹജർ അൽ ഹൈതമി റളിയല്ലാഹു അൻഹു. ഓരോന്നിനും യോജിച്ച ഉത്തരത്തിലെ ലെറ്റർ അതിന് നേരെ എഴുതണം. 1. ഒന്നാം ഉമവി ഖലീഫ. ശരിയുത്തരം സി. മുആവിയത്ത് ബിൻ അബി സുഫിയാൻ. 2. ആദ്യത്തെ അബ്ബാസി ഖലീഫ. ശരിയുത്തരം ഡി. അബുൽ അബ്ബാസു സഫാഹ്. 3. മുഅത്ത എന്ന ഗ്രന്ഥം രചിച്ചു. ശരിയുത്തരം എ. ഇമാം മാലിക് റളിയല്ലാഹു അൻഹു. 4. തുഹഫത്തുൽ മുഹ്താജിന്റെ മുഅല്ലിഫ്. ശരിയുത്തരം ഇ. അഹ്മദ് ബിൻ ഹജർ അൽ ഹൈതമി റളിയല്ലാഹു അൻഹു. 5. ഇന്ത്യൻ മുസ്ലിങ്ങൾക്ക് ആത്മീയ നേതൃത്വം നൽകി. ശരിയുത്തരം ബി. ഖാജ മുഈനുദ്ദീൻ അൽ ചിശ്തി റളിയല്ലാഹു അൻഹു. സി, ഡി, എ, ഇ, ബി. അടുത്ത പ്രവർത്തനം വിട്ടഭാഗം പൂരിപ്പിക്കുക. 1. ലോകത്ത് ഡാഷ് അറബി രാഷ്ട്രങ്ങളുണ്ട്. ആ വരിയിൽ പൂരിപ്പിക്കേണ്ടത് 22. ലോകത്ത് 22 അറബി രാഷ്ട്രങ്ങളുണ്ട്. 2. ഉമവിയ്യ ഭരണകാലത്ത് ഡാഷ് ഖലീഫമാർ ഭരണം നടത്തി. ആ വരിയിൽ പൂരിപ്പിക്കേണ്ടത് 14. ഉമവിയ്യ ഭരണകാലത്ത് 14 ഖലീഫമാർ ഭരണം നടത്തി. 3. 4 മദ്ഹബുകൾ ക്രോഡീകരിക്കപ്പെട്ടത് ഡാഷ് ഭരണകാലത്താണ്. ആ വരിയിൽ പൂരിപ്പിക്കേണ്ടത് അബ്ബാസി. 4 മദ്ഹബുകൾ ക്രോഡീകരിക്കപ്പെട്ടത് അബ്ബാസി ഭരണകാലത്താണ്. 4. ഉസ്മാനിയ ഖിലാഫത്തിൽ ഡാഷ് സുൽത്താൻമാർ ഭരണം നടത്തി. ആ വരിയിൽ പൂരിപ്പിക്കേണ്ടത് 37. ഉസ്മാനിയ ഖിലാഫത്തിൽ 37 സുൽത്താൻമാർ ഭരണം നടത്തി. 5. ടിപ്പു സുൽത്താന്റെ പിതാവ് ഡാഷ് ആയിരുന്നു. ആ വരിയിൽ പൂരിപ്പിക്കേണ്ടത് ഹൈദർ അലി. ടിപ്പു സുൽത്താന്റെ പിതാവ് ഹൈദർ അലി ആയിരുന്നു. 6. മലബാർ സമരം നടന്ന വർഷം ഡാഷ് ആണ്. ആ വരിയിൽ പൂരിപ്പിക്കേണ്ടത് 1921. മലബാർ സമരം നടന്ന വർഷം 1921 അടുത്ത പ്രവർത്തനം ഒറ്റവാക്കിൽ ഉത്തരം എഴുതുക. 1. ഇന്ത്യൻ ജനസംഖ്യയിൽ എത്ര ശതമാനം മുസ്ലിങ്ങളുണ്ട്? ഉത്തരം 20%. 2. ഉമവി മസ്ജിദ് സ്ഥിതി ചെയ്യുന്നത് എവിടെ? ഉത്തരം ഡമസ്കസിൽ. 3. അൽ ഖാനൂൻ ഫി തിബ് എന്ന ഗ്രന്ഥം രചിച്ചതാര്? ഉത്തരം ഇബ്നു സീന. 4. ഇന്ത്യയിൽ മുസ്ലിം ഭരണം എത്ര കൊല്ലം നീണ്ടുനിന്നു? ഉത്തരം
756 വർഷം. 5. കിതാബുൽ രചിച്ചതാര്? ഉത്തരം അൽ ഇമാം ഷാഫിഈ റളിയല്ലാഹു അൻഹു. 6. അൽ ഖിലാഫത്തുൽ ഉസ്മാനിയ്യ സ്ഥാപിച്ചത് ആര്? ഉത്തരം ഉസ്മാനുൽ ഖാസി. അടുത്ത പ്രവർത്തനം ഒറ്റ വാചകത്തിൽ ഉത്തരം എഴുതുക. 1. ലോക മുസ്ലിങ്ങൾ നേരിടുന്ന പ്രധാന പ്രശ്നങ്ങളിൽ 4 എഴുതുക. ഉത്തരം: 1. വിവേചനം. 2. സാംസ്കാരിക അധിനിവേശം. 3. വിഭാഗീയത. 4. വഹാബിസം. 2. മലബാർ സമരത്തിന് നേതൃത്വം നൽകിയ 4 ആളുകളുടെ പേരെഴുതുക. ഉത്തരം: 1. ആലി മുസ്ലിയാർ. 2. കട്ടിലശ്ശേരി മുഹമ്മദ് മുസ്ലിയാർ. 3. ചെമ്പ്രശ്ശേരി തങ്ങൾ. 4. പാണക്കാട് ഹുസൈൻ തങ്ങൾ. 3. മുസ്ലിങ്ങൾ അറബി മലയാള ലിപി നടപ്പിലാക്കി. എപ്പോൾ? എന്തിന്? ഉത്തരം: മലയാള ഭാഷയ്ക്ക് വ്യവസ്ഥാപിത ലിപിയില്ലാത്ത കാലത്ത് മതപഠനം സുഗമമാക്കാൻ വേണ്ടിയാണ് അറബി ലിപിയിൽ മലയാളം എഴുതുന്ന സമ്പ്രദായം മുസ്ലിങ്ങൾ നടപ്പിലാക്കിയത്. 4. ഏത് ഉമവി ഖലീഫയുടെ കാലത്താണ് സക്കാത്ത് വാങ്ങാൻ ആളില്ലാത്ത വിധം രാഷ്ട്രം സമ്പന്നമായത്? ഉത്തരം: ഉമർ ബിൻ അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹുവിന്റെ കാലത്താണ് സക്കാത്ത് വാങ്ങാൻ ആളില്ലാത്ത വിധം രാഷ്ട്രം സമ്പന്നമായത്. 5. ഇന്ത്യയിൽ മുസ്ലിം ഭരണാധികാരികൾ നിർമ്മിച്ച 4 മഹാമന്ദിരങ്ങൾ. ഉത്തരം: 1. കുത്തുബ് മിനാർ. 2. താജ്മഹൽ. 3. ഡൽഹി ജുമാ മസ്ജിദ്. 4. ചെങ്കോട്ട. 6. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന് നേതൃത്വം നൽകിയ 4 പ്രമുഖരുടെ പേരെഴുതുക. ഉത്തരം: മമ്പുറം തങ്ങൾ, ഉമർ ഖാലി, ഷൗക്കത്ത് അലി, മുഹമ്മദ് അബ്ദുർ റഹ്മാൻ സ്വാഹിബ് തുടങ്ങിയവർ. 7. ഹസൻ റളിയല്ലാഹു അൻഹു മുആവിയ റളിയല്ലാഹു അൻഹുവിന് സ്ഥാനം ഒഴിഞ്ഞുകൊടുക്കാൻ കാരണമെന്ത്? ഉത്തരം: അനൈക്യം ഒഴിവാക്കാൻ വേണ്ടിയാണ് ഹസൻ റളിയല്ലാഹു അൻഹു മുആവിയ റളിയല്ലാഹു അൻഹുവിന് ചില ഉപാധികളോടെ സ്ഥാനം ഒഴിഞ്ഞുകൊടുത്തത്. അടുത്ത പ്രവർത്തനം കുറിപ്പെഴുതുക. 5 വരിയിൽ കുറയരുത്. 1. അബ്ബാസി ഭരണകാലത്തെ വൈജ്ഞാനിക വിപ്ലവങ്ങൾ. അപ്പം നോക്കൂ, അബ്ബാസി ഖലീഫമാരുടെ കാലം ഇസ്ലാമിൻ്റെ സുവർണകാലമായിരുന്നു. മതവിജ്ഞാനങ്ങൾ, കലാസാഹിത്യം, സയൻസ്, ഫിലോസഫി, കൃഷി, വ്യവസായം എന്നിവയിലെല്ലാം അക്കാലത്ത് വൻ പുരോഗതിയുണ്ടായി. അബ്ബാസി യുഗം വിജ്ഞാനത്തിൻ്റെയും ശാസ്ത്രത്തിൻ്റെയും യുഗമായിരുന്നു എന്ന് പറയാം. നിരവധി വിദ്യാഭ്യാസ കേന്ദ്രങ്ങൾ സ്ഥാപിതമായി. തലസ്ഥാനമായ ബഗ്ദാദിൽ മാത്രം 1000-ലധികം മദ്രസകളും 30 ദാറുൽ ഉലൂമുകളും 20 ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും ഉണ്ടായിരുന്നു. ലോകത്തെ ആദ്യ യൂണിവേഴ്സിറ്റിയായ അൽ അസ്ഹർ സ്ഥാപിതമായതും അബ്ബാസി കാലത്താണ്. പണ്ഡിതന്മാർക്കും ശാസ്ത്ര പ്രതിഭകൾക്കും അന്ന് വലിയ സ്ഥാനം ലഭിച്ചിരുന്നു. ഹനഫി, മാലിക്കി, ഷാഫിഈ, ഹംബലി മദ്ഹബുകൾ ക്രോഡീകരിക്കപ്പെട്ടത് അബ്ബാസി കാലഘട്ടത്തിലാണ്. പ്രധാന ഹദീസ് ഗ്രന്ഥങ്ങളെല്ലാം ക്രോഡീകൃതമായതും ചരിത്രശാഖയിലെ പ്രധാന ഗ്രന്ഥങ്ങൾ രചിക്കപ്പെട്ടതും ഇക്കാലത്ത് തന്നെ. വൈദ്യം, ഗണിതം, രസതന്ത്രം, തത്വചിന്ത തുടങ്ങിയ വിജ്ഞാന ശാഖകൾക്കും ഈ കാലഘട്ടത്തിൽ വലിയ പുരോഗതിയുണ്ടായി. അതുപോലെ അറബി സാഹിത്യവും അബ്ബാസി യുഗത്തിൽ വികസിതമായി. കുറിപ്പെഴുതുക എന്നതിൽ രണ്ടാമത്തത് ഇന്ത്യയിലെ മുസ്ലിം ഭരണത്തിൻ്റെ പ്രധാന നേട്ടങ്ങൾ. ഉത്തരം: 1. സാർവത്രിക വിദ്യാഭ്യാസം. 2. പുറം ലോകവുമായുള്ള ബന്ധം. 3. വ്യാവസായിക പുരോഗതി. 4. സാമ്പത്തിക വളർച്ച. 5. നിർമ്മാണ മേഖലയിലെ വളർച്ച. 6. അറബി ഭാഷാ പുരോഗതി. 7. ഇന്ത്യൻ ഭാഷകളുടെ പുരോഗതി. 8. മാനവിക സമത്വം. 9. സാംസ്കാരിക വളർച്ച. 10. രാഷ്ട്ര പുരോഗതി. ഈ വീഡിയോ കൂട്ടുകാർക്ക് ഉപകാരപ്പെട്ടില്ലേ? ഇൻഷാ അല്ലാഹ് അടുത്തൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.